ഹായ് കൂട്ടുകാരെ, ദാലിയ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീടുകളുടെ മുറ്റത്ത് എളുപ്പത്തിൽ വളരുന്ന, അതേസമയം ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒരുപോലെ ഉപകാരമുള്ള ഒരു അത്ഭുത ചെടിയാണ് ചെമ്പരത്തി. ഇംഗ്ലീഷിൽ ഇതിന് ഹിബിസ്കസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ പൂജകൾക്കും ആയുർവേദ മരുന്നുകൾക്കും മുടി സംരക്ഷണത്തിനും വളരെ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പുഷ്പം തന്നെയാണിത്. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത് ചെമ്പരത്തി ചെടിയുടെ പ്രത്യേകതകൾ, എങ്ങനെ നട്ടുപിടിപ്പിക്കാം, എളുപ്പത്തിൽ പരിപാലിക്കാം, അങ്ങനെയുള്ള ടിപ്സുകളൊക്കെയാണ്. അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ മറക്കരുത്. ചെമ്പരത്തി ചെടിയുടെ പ്രത്യേകതകളെന്ന് പറയുന്നത്, ചെമ്പരത്തി ചെടി ഒരു അലങ്കാര ചെടി മാത്രമല്ല, ഇത് വർഷം മുഴുവൻ പൂക്കുന്ന ഒരു സുന്ദരിയായ പുഷ്പച്ചെടിയാണ്. സാധാരണയായി ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് നമ്മൾ കൂടുതലായി കാണപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ അത് പല കളറിലുണ്ട്. വയലറ്റും യെല്ലോയും പിങ്കും ഓറഞ്ചും തുടങ്ങി നിരവധി വർഗ്ഗങ്ങളിലുള്ള ചെമ്പരത്തി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഈ പൂവിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ആ വലിയ വലുപ്പത്തിലുള്ള പുഷ്പവും നടുവിൽ നീളം കൂടിയ തണ്ട് പോലെയുള്ള ഭാഗമൊക്കെയാണ്. ഇത് നമുക്ക് എങ്ങനെ നട്ടുപിടിപ്പിക്കുക എന്ന് നോക്കാം. ചെമ്പരത്തി വളർത്താൻ വളരെ എളുപ്പമാണ്. എൻ്റെ മണ്ണ് തയ്യാറാക്കുന്നത് ചാണകം ചേർന്ന നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണ് വേണം. ചുവപ്പ് മണ്ണും മണലും കമ്പോസ്റ്റും മികച്ച മിശ്രിതമാണ്. ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഇതിൻ്റെ തണ്ട് മുറിച്ച് നേരിട്ട് മണ്ണിൽ നട്ട് വളർത്താം. പാത്രത്തിലോ നമുക്ക് ഇങ്ങനെ ഫ്ലവർ പോട്ടിലോ അല്ലെങ്കിൽ നേരിട്ട് നിലത്തും ഒക്കെ വളരും. ദിവസം അല്പം വെള്ളം മാത്രം മതി. വെള്ളം കെട്ടി നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ സൂര്യപ്രകാശം എന്ന് പറയുന്നത് 4-5 മണിക്കൂർ നേരിട്ടുള്ള സൂര്യപ്രകാശം ഇതിന് ലഭിക്കണം. ഇതിൻ്റെ പരിപാലന ടിപ്സ് എന്ന് പറയുന്നത്, ഉണങ്ങിയ ഇലകൾ നീക്കം ചെയ്യുക, മാസത്തിലൊരിക്കൽ ജൈവവളം ചേർക്കുക, കീടാക്രമണം വന്നാൽ നീം ഓയിൽ സ്പ്രേ ചെയ്യാം. ചെടി നല്ല ആരോഗ്യത്തോടെ ഇരുന്നാൽ നമുക്ക് നല്ല പൂക്കളും ധാരാളം ലഭിക്കും. ആരോഗ്യവും സൗന്ദര്യവും ഗുണങ്ങളും ചെമ്പരത്തിപ്പൂവും ഇലയും തണ്ടും ഔഷധ ഗുണമുള്ളവയാണ്. നമ്മുടെ മുടിയൊക്കെ വളരാൻ ചെമ്പരത്തിയില അരച്ച് എണ്ണയിൽ ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ താളിയായിട്ട് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ താളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ചെമ്പരത്തിയുടെ പൂവ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരുമുണ്ട്. ചൂട് കുറയ്ക്കാനായിട്ട് പൂവിൽ നിന്നുള്ള കഷായവും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ത്വക്ക് സംരക്ഷണത്തിനാണെങ്കിൽ പേസ്റ്റ് രൂപത്തിൽ ഉപയോഗിക്കാം. ഇത് നമ്മുടെ പാരമ്പര്യ വൈദ്യത്തിൽ ഈ ചെടിക്ക് ഒരു വലിയ സ്ഥാനം തന്നെയുണ്ട് ശരിക്കും. ഇത് പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇതിൻ്റെ പൂവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വീട്ടുമുറ്റത്തെ സൗന്ദര്യമാണ്. ഒരു ചെമ്പരത്തി ചെടി മാത്രം മതി. വീട്ടുമുറ്റം വളരെ ഭംഗിയാവും. നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ ഭംഗി കൂട്ടാൻ പൂക്കൾ രാവിലെ തുറന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിൽ സന്തോഷം നിറയും. ഇങ്ങനെ നമ്മുടെ ചെമ്പരത്തി ചെടി ഒരു സാധാരണ പുഷ്പമല്ല, സൗന്ദര്യവും ആരോഗ്യവും നൽകുന്ന ഒരു പ്രകൃതി സമ്മാനമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ ഗാർഡൻ നേച്ചർ വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലെ പല കളറിലുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. മുന്നോട്ട് എൻ്റെ വീഡിയോയുടെ ചിത്രങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക് യു.